യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിങ്ങൾ രണ്ട് കുത്തു കുത്തിയോ? അങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വിളക്ക് എവിടെ? രണ്ടാമത്തെ കുത്തു കുത്തിയത് ഞാനല്ല. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവറോൾ. അവർ പറയട്ടെ. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റും അവര് പറഞ്ഞില്ലല്ലോ. ഒരു കുത്തേ കുത്തിയിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ കുത്ത് ആരാ കുത്തിയത്? യുവർ ഓണർ, മാനസിക നില ശരിയല്ലാത്ത ഇവർക്ക് ആ സമയത്ത് എന്ത് നടന്നുവെന്ന് കൃത്യമായി പറയാൻ കഴിയാത്തതുകൊണ്ടാണ്, കൃത്യമായി ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. മിസ്സസ് അരുണിമ, അങ്ങനെയാണോ? അതോ നിങ്ങൾക്ക് ആ സംഭവം കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ടാണോ? ഇല്ല, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പിടിവലിക്കിടയിൽ ഞാൻ സാക്ഷിയെ തള്ളി മാറ്റി. സാക്ഷി നിലവിളക്കിന് പുറത്താ വീണത്. ഞാൻ ആ നിലവിളക്കുമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. യുവർ ഓണർ, ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായില്ലേ? അരുണിമ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി തള്ളി മാറ്റിയ സാക്ഷി ചെന്ന് വീണത് വിളക്കിന്റെ മുകളിലാണ്. ആ വിളക്കിന്റെ മുറിവേറ്റല്ല സാക്ഷി മരിച്ചിട്ടുള്ളത്. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, അരുണിമ കുത്തി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വിളക്കിൽ നിന്നല്ല സാക്ഷി മരിച്ചതെങ്കിൽ രണ്ടാമത്തെ കുത്തിന് ഉപയോഗിച്ച വിളക്ക് എന്താ കണ്ടെടുക്കാത്ത? ഓരോ പ്രാവശ്യവും കുത്തുമ്പോ രണ്ട് വിളക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാ? അപ്പോഴത്തെ ദേഷ്യത്തിൽ പ്രതി കുത്താൻ രണ്ട് വിളക്ക് ഉപയോഗിച്ചായിരിക്കാം. യുവർ ഓണർ, രണ്ടാമത്തെ കുത്താണ് മരണകാരണമെന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. മാത്രമല്ല, പ്രോസിക്യൂട്ടർ തന്നെ സമ്മതിക്കുകയാണ് എന്റെ കക്ഷിയുടെ മാനസിക നില ശരിയല്ല എന്നുള്ള കാര്യം. യുവർ ഓണർ, രണ്ടാമത്തെ കുത്തു കുത്തിയത് മറ്റൊരാളായിക്കൂടെ? രണ്ട് മുറിവുകൾ തമ്മിൽ സമയവ്യത്യാസവും ഉണ്ട്. അരുണിമ തള്ളിയിട്ട സാക്ഷിയെ പിന്നീട് മറ്റൊരാൾ വന്ന് ആക്രമിക്കുകയും കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തതാണെങ്കിലോ? ആ വിളക്ക് കുറ്റം ചെയ്ത ആൾ തന്നെ നശിപ്പിച്ചതാണെങ്കിലോ? ഇതൊന്നും പോലീസ് പരിശോധിച്ചിട്ടില്ല. പ്രോസിക്യൂട്ടർ, ആ എവിഡൻസ് എന്താ കളക്ട് ചെയ്യാത്ത? ക്രൈം നടത്താൻ ഉപയോഗിച്ച ആയുധം ഒരു പ്രധാന എവിഡൻസ് അല്ലേ? പിന്നെ അഡ്വക്കേറ്റ് അർജുൻ പറഞ്ഞ രണ്ട് മുറിവുകളുടെയും സമയവ്യത്യാസം, അതെന്താ പോലീസ് ശ്രദ്ധിക്കാത്ത? ഫോറൻസിക് റിപ്പോർട്ട് എവിടെ? യുവർ ഓണർ, ഫോറൻസിക് പരിശോധനാ ഫലവും മേൽപ്പറഞ്ഞ എവിഡൻസും എത്രയും വേഗം സമർപ്പിക്കുന്നതാണ്. യുവർ ഓണർ, ഇങ്ങനെയുള്ള തെളിവുകൾ ഹാജരാക്കിയാൽ എന്റെ കക്ഷി ഈ കേസിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളതിനാലാണ് പോലീസ് ഇതൊന്നും ഹാജരാക്കാത്തത്. ധൃതി പിടിച്ചുള്ള ഈ നടപടിയിൽ എന്റെ കക്ഷിക്കാണ് നീതി നിഷേധിക്കപ്പെടുന്നത്. യുവർ ഓണർ, അരുണിമ മാനസിക രോഗത്തിന് ചികിത്സ തേടി എന്നുള്ള ഒറ്റ വാദം മാത്രമേ കോടതിക്ക് മുന്നിൽ പ്രതിഭാഗത്തിന് സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് മാത്രം കണക്കിലെടുത്ത് ഒരു കുറ്റം കുറ്റമല്ലാതാകുന്നില്ല. വളരെയധികം സ്വാധീനമുള്ള ഈ പ്രതി തെളിവുകൾ നശിപ്പിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യാപേക്ഷ തള്ളിക്കളയണമെന്നാണ് എനിക്ക് കോടതിയോട് അപേക്ഷിക്കാനുള്ളത്. പ്രോസിക്യൂഷന്റെ ഈ വാദം തള്ളിക്കളയാൻ കോടതിക്കാവില്ല. കാരണം പ്രതി സ്വമേധയാ കുറ്റം ഏറ്റിരിക്കുകയാണ്. ആ കുറ്റം നടന്നു എന്നുള്ളതും വ്യക്തമാണ്. ആ കുറ്റം മറ്റൊരാൾ ചെയ്തിരിക്കാം എന്ന വാദം മാത്രമേ ഈ കേസിൽ പരിഗണിക്കാൻ കഴിയൂ. യുവർ ഓണർ, ഇന്റർഫിയർ ചെയ്യുന്നതിൽ ക്ഷമിക്കണം. ഈ കുറ്റം മറ്റാരെങ്കിലുമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്റെ കക്ഷിക്ക് ജാമ്യത്തിനുള്ള അർഹതയുണ്ട്. എന്റെ കക്ഷിയുടെ മുൻകാല ജീവിത സാഹചര്യവും നിയമത്തോടുള്ള ബഹുമാനവും ഈ കേസിൽ പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടതാണ്. അത് മാത്രമല്ല, വ്യക്തമായ ഒരു ദൃക്സാക്ഷ്യമില്ലെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ മരണപ്പെട്ട സാക്ഷിക്കൊപ്പം 4 പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അവരിൽ ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഈ കേസിൽ നിർണായകമായ ഒരു വ്യക്തി കൂടിയുണ്ട്. ഈ സംഭവങ്ങളുടെ ഒക്കെ സൂത്രധാരിയായ പ്രിയ. അവളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവളെ കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചിട്ടേയില്ല.
ഇതെല്ലാം ഈ കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്റെ കക്ഷി ജാമ്യത്തിന് അർഹയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ഈ കാര്യം തീർച്ചയായും ആവശ്യപ്പെടും. ഈ കേസിൽ നിർണായകമായ പല വിവരങ്ങളും നൽകാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ കുറ്റം സംബന്ധിച്ച ഒരു പ്രതിയെ മാനസിക നില ശരിയല്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ജാമ്യത്തിൽ വിടാൻ കഴിയില്ല. പക്ഷേ അവര് പറയുന്നതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വിശദമായ ഒരു പരിശോധന നടത്തി അവരുടെ രോഗാവസ്ഥയുടെയും ചികിത്സയുടെയും പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാൻ കോടതി നിർദ്ദേശിക്കുകയാണ്. യുവർ ഓണർ, പ്രതിയായി ചിത്രീകരിച്ച എന്റെ കക്ഷിയുടെ ശാരീരികാവസ്ഥ പരിഗണിച്ച് അവരെ ജാമ്യത്തിൽ വിടാൻ കഴിഞ്ഞില്ലെങ്കിലും തുടർ ചികിത്സയ്ക്കായി അവർ വർഷങ്ങളായി ചികിത്സ തേടിയ സൂര്യപ്രഭയിൽ പ്രവേശിപ്പിക്കാനെങ്കിലും കോടതി ഉത്തരവിടണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. യുവർ ഓണർ, അങ്ങനെ ചികിത്സക്കായി സൂര്യപ്രഭയിൽ അയച്ചാൽ ഇവർ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഏത് സാക്ഷിയുടെ കാര്യമായി പറയുന്നത്? നിങ്ങൾ ഒരു സാക്ഷിയെ പോലും ഇതുവരെ ഹാജരാക്കിയിട്ടില്ലല്ലോ. പിന്നെങ്ങനെ സാക്ഷികളെ സ്വാധീനിക്കുന്നു? യുവർ ഓണർ, ഇത് തികച്ചും ക്ലിയർ ആയ ഒരു കാര്യമാണ്. അരുണിമയുടെ മാനസിക നില ശരിയല്ല എന്ന് അറിയാവുന്ന പ്രോസിക്യൂഷൻ അവരെ ചെയ്യാത്ത കുറ്റത്തിനാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. മറ്റ് തെളിവുകൾ ലഭിക്കുന്നതുവരെ എന്റെ കക്ഷിക്ക് മതിയായ ചികിത്സ നിഷേധിക്കരുതെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഈ കേസിന്റെ നിജസ്ഥിതി കോടതിക്ക് ബോധ്യപ്പെടാത്തതിനാൽ അരുണിമയെ തുടർ ചികിത്സയ്ക്കായി സൂര്യപ്രഭയിലേക്ക് അയക്കുവാൻ കോടതി ഉത്തരവിടുന്നു. മതിയായ തെളിവുകൾ എത്രയും വേഗം ശേഖരിച്ച് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കുവാൻ കോടതി നിർദ്ദേശിക്കുന്നു. Court is urgent.